എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് പാപം ചെയ്തില്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ, പാപ്പാ ചുമന്നുകൊണ്ട് നടക്കരുത്. അള്ളാനോട് പറ, ഇത് പൊറുക്കുന്ന മാസമാ, ഇത് മായിച്ചു കളയുന്ന മാസമാ, അള്ള പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ മുമ്പില് കണ്ടുകുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും അള്ളാനെ മറന്ന് നടന്നതും ഒന്ന് പറയാനുള്ള മനസ്സല്ലേ വേണ്ടത്? പെങ്ങളെ, പാപങ്ങൾ പറയണേ പെങ്ങളെ. ആരെ പോലെയെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഗർഭിണി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഗർഭിണിയായ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അതാ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അത് ജാരസന്തതിയാണ് നബിയേ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പ്രസവിച്ചിട്ട് വരാറ്, പ്രസവം കഴിഞ്ഞു വരാറ്. എന്തിനാണ് പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാ ഉമ്മയ്ക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, ആഗ്രഹം തോന്നുമല്ലോ, മനസ്സു മാറുമല്ലോ. തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു വിട്ടു. പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞുമായിലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ശുദ്ധീകരിക്ക് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്ക്, കുഞ്ഞ് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ നബി തങ്ങൾ പിന്നെയും പറഞ്ഞു വിട്ടു. ആ കുഞ്ഞിന്റെ ചിരി കണ്ട, ആ കുഞ്ഞിന്റെ മുഖം കണ്ട പെറ്റ ഉമ്മയുടെ മനസ്സു മാറുമല്ലോ, ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നു നബിയേ, ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്. ഇതിനാടോ തൗബ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്. കരയാൻ പറ്റുന്നില്ലേ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കൂ പെങ്ങള്, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്ക്. കണ്ണ് നനയ്ക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പറയുകയാ. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയും തിന്മയും തൂക്കുകയാണ്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി തിന്മയുടെ ഭാരം കൂടുകയാണ്. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ, ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഒരു രോമമുണ്ടല്ലോ, അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ. ആരാ പറയുന്നത്? കണ്ണിലെ ഒരു രോമമാണ്, കൺപീലിയിലെ ഒരു രോമമാണ്. അല്ലാഹു അനുവാദം കൊടുത്തു. ആ കൺപീലി പറയുന്നു, നാഥാ, ഒരിക്കൽ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ, കരഞ്ഞില്ല, കണ്ണുനീര് വീണില്ല, ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങിയപ്പോ ഒരു രോമം നനയുകയാണ്. ആ രോമമാണ് അല്ലാഹുവോട് പറയുന്നത്, നാഥാ, ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ വിട പറയുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 25ാമത്തെ നോമ്പ് പിടിച്ച് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്, യതീമായ മക്കൾ ഇരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, ഒരുപാട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന മജ്ലിസ്
മജിലിസില് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകുകയാണ്. ആരൊക്കെയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? ആരൊക്കെയാണ് വീടെത്തുന്നത്? അറിയില്ല സഹോദരാ. നാളെ നോമ്പ് പിടിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാം, അല്ലാഹുവിനോട് പാപങ്ങൾ കഴുകിയിട്ട് മടങ്ങാം. അല്ലാഹുവേ ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ നീ കള്ള് കുടിച്ചവനാണോ കുഴപ്പമില്ല, വ്യഭിചരിച്ചവനാണോ കുഴപ്പമില്ല, പടച്ചവനെ നിസ്കരിക്കാത്തവനാണോ, ഭർത്താവിനെ വഞ്ചിച്ചവളാണോ, ഭാര്യ വഞ്ചിച്ചവനാണോ, നീ എത്ര വലിയ പാപം ചെയ്താലും പേടിക്കണ്ട. എത്ര വലിയ കൊടും പാപം ചെയ്താലും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അള്ളയുണ്ടല്ലോ, പടച്ച റബ്ബുണ്ടല്ലോ. ആരാ അള്ളയെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ. എന്തിനാ? പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. പേടിക്കണ്ട മക്കള്, അല്ലാഹു പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ. മടി വേണ്ട, മടി വേണ്ട, ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ. ഇനി അവസരം കിട്ടണമെന്നില്ല, അല്ലാഹു തരുന്ന ഒരു ചാൻസാ. പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ യതീംഖാനയുടെ മുമ്പിൽ, ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ. ചുമ്മാതെ പറയല്ലേ, ചുമ്മാതെ പറയല്ലേ. എങ്ങനെ പറയണമെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരി ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹിനോട് പറയുമ്പോ എങ്ങനെ പറയണം? ചുമ്മാതെ പുറത്തുതാ കാര്യമില്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറയണില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് എന്ത് കാര്യം? പറയുമ്പോ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം, പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവെ നിന്നെക്കാളും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ ഞാൻ പറ്റിപ്പോയി റഹ്മാനെ, ശൈത്താൻ ചതിച്ചതാ, ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ, സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. ഇനി ചെയ്യൂല, ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് പറയുമ്പോ പറയണം, അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാ, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓഫാക്കി വെക്കൂലേ? ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അള്ള കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അള്ളാഹെ നമുക്ക് പേടിയില്ല, അള്ളാഹിനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അള്ളാഹിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുകയാ,
അള്ളാഹുവിനോട് പറയുമ്പോൾ ഓരോന്നും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇന്നത്തെ മജ്‌ലിസിലെ ദുആ നീ സ്വീകരിക്കണം പടച്ചവനെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച്, കൈയൊന്ന് എടുക്കാൻ പറഞ്ഞില്ല, വെച്ച് കൈവച്ച് എല്ലാവരും പോക്കറ്റിന്റെ മുകളിൽ ഒന്ന് കൈവച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ആരുടെയും പൈസ അല്ലാഹ്ക്ക് വേണോ? അല്ലാഹ്ക്ക് വേണോ? നമ്മുടെ ആരുടെയും 5 നയാ പൈസ അല്ലാഹ്ക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന് കൊടുത്ത ആ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് നിങ്ങൾ നോക്കിക്കേ. ഇന്ന് വാട്സപ്പിൽ ഞാൻ ഇന്നും ഒരു വീഡിയോ കണ്ടു. ഞാനൊരു വീഡിയോ കണ്ടു. രോഗം പിടിച്ച് കിടക്കുകയാ. ഭാര്യയും മക്കളും അടുത്ത് നിന്നിട്ട് പറയുകയാ, എന്റെ ഉപ്പാനെ സഹായിക്കണം, എന്റെ ഉപ്പാനെ സഹായിക്കണം. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ഇന്ന് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആർക്കു വേണ്ടി എന്നറിയോ? അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരികയാ. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇട്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം, ക്യാൻസർ വന്നാൽ നീ എന്ത് ചെയ്യും സഹോദര? നിന്റെ കിഡ്നി തകർന്നു പോയാൽ നീ എന്ത് ചെയ്യും? നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമല്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ യതീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നല്ല മനസ്സോടുകൂടി എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടവർക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 20 കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബനാത്തിൽ 100-ൽ പുറം 100 കുട്ടികൾ കൂടുതലില്ല. അൽഹംദുലില്ലാ, 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യതീമായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അള്ളാഹു മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഈ റമളാൻ മാസത്തിൽ ഒരാൾ സദക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ. റമളാനിൽ സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ്. പൈസയുടെയും സ്വർണത്തിന്റെയൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട മാസം. അള്ളാഹു അതൊക്കെ കണക്കുകൾ നോക്കി കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. ദുആ ചെയ്യാൻ പോവാ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പേരിന്ന് ദുആ പ്രതീക്ഷിച്ചാ വന്ന, അല്ലാതെ വേറൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിലായിരുന്നു വയത്. രാത്രി സത്യം പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിയാ വന്നിന്ന്.
നല്ല ഉറക്കം. കാരണം രാത്രി ഉറങ്ങാഞ്ഞിട്ട്. ഞാനും ഇന്ന് വന്നത് സത്യം പറഞ്ഞ എൻ്റെ മോനിപ്പോ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഞാൻ വരുന്നത്. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. ഞാനും ഇന്ന് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഈ മജ്‌ലിസിലെ ദുആയാ എനിക്ക് വേണ്ടത്, നിങ്ങൾക്കും വേണ്ട അത് തന്നെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാതെ വേറെ വല്ല ലക്ഷ്യമുണ്ടോ? വേറെ വല്ല ലക്ഷ്യമുണ്ടോ? നിങ്ങൾ എന്താ ഇപ്പൊ ഈ മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം? പറ സഹോദര, വല്ല ലക്ഷ്യമുണ്ടോ? വല്ല ലക്ഷ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. അരക്കയ്യന്മാരുണ്ട്, അരക്കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പൊ അള്ളാനോട് എല്ലാരും അള്ളാനോട് പറഞ്ഞു, പടച്ചോനെ നല്ല മരണം താ, നല്ല മരണം താ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് തന്നെ നിങ്ങൾക്കറിയില്ല. ഞാൻ ഓർമ്മപ്പെടുത്താ എന്താ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, പടച്ചവനെ എനിക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് ഷഹീദിനെ പോലെ തൗബ ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചത്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഈ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നു. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നപ്പോ കൈ കാണിച്ച് ചാടി കയറി. എന്നിട്ട് സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളഹാനോട് പറയുക, പടച്ചോനെ എന്നെ നീ കടക്കലിൽ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ എത്തുവോ? സത്യം പറ, എത്തുമോ? ദോഫാക്കിയപ്പോ എത്തുവോ? പറ. കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കടക്കലിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തുവോ? ഉറക്കെ പറ, എത്തുവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറ, ഒരെണ്ണം പറ. എന്തെങ്കിലും അള്ളാഹു ഞാൻ ചെയ്ത ഈ നന്മ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 24 നോമ്പ്, ഇന്ന് 25ാമത്തെ നോമ്പാ. ഒരു നോമ്പോ ഒരു ദിക്റോ ഒരു റക്അത്തോ എന്തെങ്കിലും അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അള്ളാഹിനോട് പറയുക, എനിക്ക് നല്ല മരണം വേണം, അല്ലാഹ് കടക്കലിലെത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങൾ നടക്കണേ? ഇന്ന് ഈ വയല് കഴിഞ്ഞ് ഇറങ്ങണ ഈ സമയത്തങ്ങ് മരിച്ചുപോയാ എന്താ നിനക്ക് അള്ളാഹ് ഈമാനുള്ള മരണം തരാ? നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളേ? ആ ഓർമ്മ എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ആ ഒരു ചിന്ത നമുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു നല്ല മരണം കിട്ടാൻ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയെങ്കിലും ഉണ്ടാകണം. ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും മക്കൾക്കറിയോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഇല്ല. അതിന് നാട്ടുകാർ വേണം, അതിന് നാട്ടുകാർ വേണം. ഉമ്മ, നീ നിന്റെ മോളെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നല്ലോ. ഉമ്മ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവക്കറിയോ? അറിയത്തില്ല. അതിന് പ്രായമുള്ള തള്ളമാര് വേറെ വേണം. അപ്പൊ നീ എന്തിനാ ഇതിനെ വളർത്തുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതിനെ വളർത്തുന്നേ? ഈ മക്കളെ വളർത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവിടുത്തെ പള്ളിക്കകത്ത് നിങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു. ഉസ്താദ് നിങ്ങൾ മാറിയിരിക്ക്, ഞാൻ നിസ്കരിക്കാൻ എൻ്റെ ഉപ്പാടെ മയ്യത്ത്. ധൈര്യം ഉണ്ടോ? 4 തക്ബീറല്ലേ ഉള്ളൂ. പേടിയാ നമ്മുടെ മക്കൾക്ക്. ഞാൻ ചോദിക്കുന്നത്, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയോ? അറിയുന്നവന് സമയമുണ്ടോ സഹോദര? ഇല്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും മക്കളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പഴയ കാലമൊന്നുമല്ല. ഇന്ന് സ്വന്തം അച്ഛനെ മക്കള് തന്നെ കൊല്ലുകയാ. വിഷം കലർത്തി കൊല്ലുന്നില്ലേ? ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളെ മക്കള് തന്നെ കൊല്ലുക.
ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, പാലക്കാടാണെന്ന് തോന്നുന്നു, 40ഓളം മാതാപിതാക്കൾ രോഗികൾ കൊണ്ടുപോകാൻ ആളില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹരാരാ? എത്രയോ യതീമായ പെൺകുട്ടികൾ പഠിക്കുന്നു, പാപ്പയില്ല, പാപം. അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആരാരുമില്ലാത്ത മക്കൾ, ആ കൊച്ചു കുട്ടികളുടെ വില എന്തെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത്, ഈ യതീമായ മക്കളുടെ വില നിങ്ങൾക്കറിയോ? ഒരാള് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവൻ ഇഖ്ലാസോടുകൂടിയാണ് മുത്തുന്നതെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് ആരെങ്കിലും മുത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഇപ്പൊ മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? പറ്റൂല. ഹജറുൽ അസ്വദിൽ ഒരാൾ മുത്തം വെച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുക്കുന്ന. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇപ്പം പറ്റാത്തവരുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത്, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാം. നിങ്ങളുടെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി, ഈ യതീമായ മക്കളുടെ തലയിൽ കൈവെക്കണം. ഇവിടത്തെ ബനാത്തിൽ പഠിക്കുന്ന പെണ്ണുങ്ങളോട് പറയാ, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട യതീമായ പെൺമക്കളുടെ തലയിൽ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ നീ തടക്. ഫോട്ടോ എടുക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഈ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബിതങ്ങൾ പറയുകയാ, ഞാൻ യതീമ. നബിതങ്ങൾ യതീമായിരുന്നു. നബിതങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹഖദ. ആരെങ്കിലും യതീമിനെ സ്നേഹിച്ച, ആരെങ്കിലും യതീമായ മക്കളെ സ്നേഹിച്ചാൽ അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. ഹജ്ജ് ചെയ്തവന്റെ കൂലിയല്ല, നിസ്കരിക്കുന്നവന്റെ കൂലിയല്ല. നബിതങ്ങൾ പറഞ്ഞത്, ആര് യതീമിനെ സ്നേഹിക്കുന്നുണ്ടോ ആ യതീമിനെ സ്നേഹിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. അതുകൊണ്ട് പടച്ച റബ്ബേ, യതീമായ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ യതീമായ മക്കളെ പഠിപ്പിച്ചു പടച്ചവനെ അവർക്കൊരു വിവാഹ ജീവിതം വരെ ഇവിടെ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ആ യതീമായ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമല്ലോ. സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നബി തങ്ങൾ പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിശദീകരണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഈ യതീമായ മക്കളെ സ്വന്തം മകളെ പോലെ, നിന്റെ സ്വന്തം മകളെ പോലെ ഈ യതീമായ ഒരു കുട്ടിയെങ്കിലും നിനക്കൊന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും. ബാപ്പാ, ഹജ്ജ് ചെയ്ത കൂലിയാ, ഹജ്ജ് ചെയ്ത കൂലിയാ. പടച്ചവനെ, എത്രയോ ചരിത്രങ്ങളെ സാക്ഷിയാട്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ പടച്ച റബ്ബേ. അതാ ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. മുവഫക്കിന്റെ ചരിത്രം
ചരിത്രം പഠിച്ചവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അല്ലാ, ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. കിട്ടുന്ന പൈസയിൽ നിന്ന്, ചെരുപ്പ് കുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്തു മാറ്റിവെക്കുകയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കൂല, അടിച്ചുപൊളി ജീവിതമില്ല. കിട്ടുന്ന പൈസ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, വർഷങ്ങളോളം. അല്ലാ, ചെരുപ്പ് കുത്തികെട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്ത് മാറ്റിവെക്കുകയാണ്. എന്തു വന്നാലും എടുക്കൂല, എന്തു വന്നാലും എടുക്കൂല. പടച്ചവനെ, അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ റെഡിയാവുകയാ. കുറച്ചു പൈസയൊക്കെ റെഡിയായി ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പടച്ചവനെ, ഭാര്യ പൂർണ്ണ ഗർഭിണിയാ. ഈ മുവഫക്കിന്റെ ഭാര്യയുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഗർഭിണിയായ പെണ്ണിന് പല ആഗ്രഹമുണ്ട്. മാങ്ങ തിന്നണം, അത് തിന്നണം, ഇത് തിന്നണം, ആഗ്രഹമുണ്ട്. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ തനിക്ക് ഇറച്ചി തിന്നണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇറച്ചി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. ആകെ ഉള്ളത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. അതുകൊണ്ട് ഈ പെണ്ണ് ഇത് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കാ, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പൈസയില്ല, എനിക്കറിയാം. ഞാനൊരു ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന. അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും എനിക്ക് ഇറച്ചി വാങ്ങിത്തരണ്ട. അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിയാ, അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നതിന്റെ സുഗന്ധം എനിക്ക് അടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ഇത്തിരി കറി എനിക്ക് വാങ്ങിത്താ. എന്റെ ആഗ്രഹമല്ലേ, ഞാൻ പൂർണ്ണ ഗർഭിണിയല്ലേ. ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു. അവസാനം ഒരു അവസ്ഥയും വരാതെ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ഒരു സഹോദരിയുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ. അവൾക്ക് ഇറച്ചിക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നത് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ ഇത്തിരി ഇറച്ചി തരണം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാ, ഇത്തിരി ഇറച്ചിതാ, തരൂല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്തിരി ചാറെങ്കിലും താ. എന്റെ പറയപ്പെട്ട ഭാര്യയ്ക്ക് ഗർഭിണിയാണല്ലോ, ഒരല്പ ചാറ് തന്നാ മതി, ഇറച്ചി വേണ്ട. അപ്പോഴാ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണെ, നീയും ഒരു പെണ്ണല്ലേ, നീയും പ്രസവിച്ചവളല്ലേ? എന്റെ ഭാര്യ ഒരു ഗർഭിണിയാണ്, അവൾക്ക് നീ ഇറച്ചിയും തരുന്നില്ല, ആ ഇറച്ചിയുടെ ചാറ് പോലും തരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ നീ തരാത്തെ? ആ സമയത്ത് ചെരുപ്പ് കുത്തിയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്? ആ സമയത്ത് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 യതീമായ മക്കളാണുള്ളത്, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒരുപാട് നാളുകൾ കൊണ്ട് എന്റെ മക്കൾ ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം. മക്കൾ ഒരുപാട് നാളുകൊണ്ട് പറയുകയാണ്, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, ഒരാളും സഹായിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുകയാ. ആ പെണ്ണ് പറയുകയാ, ഞാൻ വിധവയാ, എന്റെ മക്കൾ യതീമാ, ഒരുപാട് നാളുകൊണ്ട് ഇറച്ചി വേണം, ഇറച്ചി വേണമെന്ന് പറഞ്ഞ് എന്റെ മക്കൾ കരയുന്നുണ്ട്, അവർക്ക് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു, ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു. ആ ഇറച്ചിയാണ് എൻ്റെ വീടിനകത്ത് കിടന്നിട്ട് കറിയായിട്ട് വേവുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും? ഈ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നൽകും? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ നിറകണ്ണുകളോടെ വീട്ടിൽ നിന്നിറങ്ങി
തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോവാ? ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാ, ഇതെന്റെ അയൽവാസിയായ യതീമായ മക്കൾക്ക് കൊടുക്കാനാ. ഭാര്യ ഓർമ്മപ്പെടുത്തി, ഇത് ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പൈസയാ. എത്ര കൊല്ലം നിങ്ങൾ അധ്വാനിച്ചതാ, എത്രയോ കൊല്ലങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാ. ഇത് നിങ്ങൾ ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ? ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ വീടിന്റെ പരിസരത്ത് യതീമായ 2 കുട്ടികൾ കഴിക്കാനും വാങ്ങാനും പൈസയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥയിൽ കിടക്കുമ്പോ ഈ പൈസ കൊണ്ട് ഞാൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യം ഈ മക്കളെ സഹായിക്കലാണെന്ന് പറഞ്ഞ് ആ പൈസ ആ മനുഷ്യൻ കൊണ്ടുകൊടുത്തു. അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, വാപ്പ ഒരു നന്മയെങ്കിലും ചെയ്യ്. ഉമ്മമാരെ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല. ഏതു നിമിഷം വേണമെങ്കിലും മരണം തേടി വരാം. മരിക്കാൻ രോഗം വേണ്ടടോ. ഇപ്പൊ എല്ലാവരും മരണ വാർത്ത കേൾക്കുന്നുണ്ട്. കേട്ട ഉടനെ ചോദിക്കും, എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. ഒറ്റ വാക്കിൽ തീർന്നടോ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എത്ര മയ്യത്ത് കണ്ടവരാ നമ്മളൊക്കെ. ഒരാൾക്കും ഇപ്പം മരിക്കുന്നവർക്ക് രോഗമൊന്നും വേണ്ട. ഒരു രോഗവും ഇല്ലാത്തവൻ പോലും പെട്ടെന്ന് വീണു മരിച്ചു പോകുന്ന ഒരു കാലം. എൻ്റെ പ്രിയപ്പെട്ട ജുനൈദ് ഉസ്താദ്, ജുനൈദിനറിയാം, എൻ്റെ ജ്യേഷ്ഠൻ, നിങ്ങൾക്കൊക്കെ അറിയാം ഫഹറുദ്ദീൻ മൗലവിയെ. നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ആളാ. എന്ത് രോഗമുണ്ടായിരുന്നടോ, എന്ത് അസുഖമുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇന്നും മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ. മരിച്ച വീട്ടിൽ പോലും ഞാൻ പോകാറില്ല. മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല. കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. എൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് കൊറോണ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ മരിക്കും, 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടർമാര് അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ.